ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കുക. കുടുംബത്തിലോ നാട്ടിലോ പരിചയത്തിലോ മരണസമയത്ത് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചുപോയ ആളുകളുടെ ഡാറ്റ നിങ്ങൾ എടുത്തു നോക്കുക. എന്നിട്ട് നിങ്ങളൊരു പഠനം നടത്തി നോക്കുക. എന്തുകൊണ്ടാണ് ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്? അവരെല്ലാവരും നാവിനെ സൂക്ഷിച്ചവരായിരിക്കും. നാവിനെ സൂക്ഷിക്കാത്തവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല മരിക്കുന്ന സമയം. അങ്ങനെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാലോ, من كان آخر كلامه قول لا إله إلا الله دخل الجنة. ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അയാൾ സ്വർഗ്ഗത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത് തന്നെയാണ് നബി തങ്ങൾ പറയുന്നത്. രണ്ട് കാര്യം സൂക്ഷിക്കുമെന്ന് നിങ്ങൾ ഉറപ്പു തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. നാവിനെ സൂക്ഷിക്കണം, ലൈംഗിക അവയവത്തെ സൂക്ഷിക്കണം. ഈ രണ്ട് കാര്യം സൂക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പു തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 60 കഴിഞ്ഞ ആളുകൾ നമ്മളിൽ ഏറ്റവും നല്ലവർ ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ്. കുറെ കാലം 90 വയസ്സ് വരെ ജീവിച്ചാൽ അയാളാണ് ഭാഗ്യവാൻ. 60 വയസ്സ് വരെ ജീവിക്കാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഇന്നലെ ഉസ്താദ് മരണപ്പെട്ടതുപോലെ പെട്ടെന്നൊരു മരണം ഉണ്ടായാലോ തൗബ ചെയ്യാൻ നമ്മൾക്ക് സമയം കിട്ടും. തൗബ ചെയ്യാൻ സമയം കിട്ടും. കുറച്ചു കാലം ഒരാഴ്ചക്ക് രോഗിയായി കിടന്ന് ഇതാ ഞാൻ മരിക്കൂ എന്നുള്ളൊരു സൂചനയൊക്കെ നമ്മൾക്ക് കിട്ടും. ഞാൻ മരിക്കാനായി, ഇനി എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഡോക്ടർമാരൊക്കെ കൈവിടുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾക്ക് മനസ്സിലായി ഇനി ഞാൻ മരിക്കാൻ. അങ്ങനെ മരിക്കാനായി എന്ന് തോന്നിയാൽ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് തൗബയില്ലേ? അങ്ങനെ തൗബ ചെയ്യുമ്പോൾ അയാളുടെ പാപം പുറത്തു കൊടുക്കൂലേ? അങ്ങനെ മരിക്കാൻ ഭാഗ്യം കിട്ടലല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. പെട്ടെന്നുള്ള മരണം മുഅ്മിനീങ്ങൾക്ക് റാഹത്താണ്. തെറ്റുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖേദമാണ് പെട്ടെന്നുള്ള മരണം. അതുകൊണ്ട്